സംസ്ഥാനത്ത് കത്തുന്ന വേനൽ ചൂട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തുടർന്നു വരുന്ന വേനൽ ചൂട് അത് അധികമാകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിലാണ് വേനൽ ചൂട് അധികമാകും, താപനില ഉയരും എന്ന മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ ചൂട് അധികമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി വരെ ചൂട് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക ചൂട് അനുഭവപ്പെടും. അപ്പോൾ നേരത്തെ നൽകിയിരുന്ന മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് അടക്കം നേരത്തെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജനങ്ങൾ ഈ ചൂടിൽ നിന്നും രക്ഷ നേടാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അത് വരും ദിവസങ്ങളിലും ജനങ്ങൾ തുടരണം എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജനങ്ങൾ ഈ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങൾ കർശന നിർദ്ദേശം പാലിക്കണമെന്ന ഒരു ഉത്തരവാണ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഈ താപനില ഉയരുന്ന സാഹചര്യത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തമൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരിക്കും ഈ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളുടെ ചുമതല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഇൻസ്പെക്ഷൻ ഈ ദിവസങ്ങളിൽ നടത്തി മാർച്ച് 5-ന് മുൻപ് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം. മാർച്ച് 15-നകം തന്നെ തദ്ദേശ സ്ഥാപനം എന്തെങ്കിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന ഒരു കർശന നിർദ്ദേശവും തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആതിര. ശരി, ചന്തുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.